നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ 16/2/26 രാവിലെ 10 മണി മുതൽ ഓൾ കേരള UPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ പ്രതിഷേധ ധർണ ശ്രീ സൈലം മെൻഡർ ജെറിൻ ഓഡിയോ സന്ദേശത്തിലൂടെ ധർണ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. തുടർന്ന് UPST പ്രസിഡന്റ് ശ്രീമതി രേഷ്മ, വൈസ് പ്രസിഡന്റ് ശ്രീ വൈശാഖ്, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ആതിര തുടങ്ങി ജില്ലാ അഡ്മിന്മാർ, ഉദ്യോഗാർത്ഥികൾ തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി. 100-ൽ പരം പേർ ധർണയിൽ പങ്കെടുത്തു. ഈ ധർണയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എങ്കിൽ എല്ലാ ജില്ലകളിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വൈകുന്നേരം 4 മണിയോടുകൂടി ഈ ധർണ അവസാനിപ്പിച്ചു. വീഡിയോ കാണുന്ന ഏവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സമര ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പം 100-150 രോഗികളെ നോക്കുന്ന 2-3 നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജോലി വിഭാഗം ഭയങ്കര വർദ്ധനവാണ്. ജോലി വിഭാഗത്തിൽ ഈ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് നഴ്സുമാരെ ചെയ്യേണ്ട ജോലികൾ വിവിധങ്ങളാണ്. ഞങ്ങൾ ചികിത്സിക്കാൻ പഠിച്ചിട്ടുള്ളത്. മെക്കാനിക് ജോലി പഠിക്കണം, വേസ്റ്റ് എടുക്കാൻ പഠിക്കണം, അവിടെ പമ്പ് സർവീസ് ചെയ്യാൻ അത് പഠിക്കണം. എഞ്ചിനീയർമാർ ചെയ്യേണ്ട ഓക്സിജൻ പ്ലാന്റിന്റെ ജോലികൾ ഏറ്റെടുക്കണം. ഇലക്ട്രീഷ്യൻ ചെയ്യേണ്ട അവിടുത്തെ ജനറേറ്ററിന്റെ ചാർജ് ഏറ്റെടുക്കണം. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ നഴ്സിംഗ് ഇതര ജോലികൾക്ക് വേണ്ടി നഴ്സുമാരെ മാറ്റി നിർത്തപ്പെടുമ്പോൾ രോഗികൾക്കുള്ള സർവീസ്, അവരുടെ ചികിത്സാ കാര്യങ്ങള്, അവർക്ക് കിട്ടേണ്ട ശുശ്രൂഷ ഇതെല്ലാം കുറയുകയാണ്. അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെയ്തു കൊടുക്കേണ്ട ശുശ്രൂഷ ഡിവിഷൻ ഹോൾ ഉണ്ട് എന്നാണ്. ഈ ഡിവിഷൻ ഹോളിന് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടുണ്ടോ? സ്കൂൾ അധികൃതർക്ക് പറ്റിയിട്ടുണ്ടോ? ഞങ്ങളുടെ ജോലിയാണോ ഡിവിഷൻ ഹോൾ കുറയ്ക്കുക എന്നുള്ളത്? ഞങ്ങളുടെ ജോലിയാണോ കുട്ടികളെ പിടിക്കുക എന്നുള്ളത്? ഞങ്ങളോട് പറയും. ഇവിടെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് ഇവിടെയല്ല നിങ്ങൾ വരേണ്ടത്, സ്കൂളുകളിലാണ് ക്യാൻവാസ് ചെയ്യണമെന്ന്. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണോ? ഞങ്ങളുടെ ഡ്യൂട്ടിയാണോ അത്? സ്കൂൾ അധികൃതരുടെ ഡ്യൂട്ടിയാണ്. അതും ഞങ്ങൾ ചെയ്യാണ്. ഞങ്ങൾ ജില്ലകളിൽ പല ജില്ലകളിലുമായിട്ട് LSS USS സൗജന്യ കോഴ്സ് നൽകുകയാണ്. ഞങ്ങളുടെ കുട്ടികളെ, ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെ നിലനിർത്താൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായി ഇവര് ചെയ്യാത്തതിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും. ഇതിന് ഒരു നീക്കുപോക്ക് ഉണ്ടാവുന്നത് വരെ ഞങ്ങളിവിടെ ഇരിക്കും.